ഗ്ലാസസ് എല്ലാം ക്ലോസ്ഡ് ആകുന്നുണ്ട്. പോവുകയാണെങ്കിൽ സൺ റൂഫ് തന്നെ അടയോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഞാനിപ്പോൾ ഈ വാഹനത്തിലോട്ടൊന്ന് കയറിയിട്ട് റിവേഴ്സ് താഴോട്ടാക്കിയ ന്യൂട്രൽ ഒന്നുകൂടെ ഇതിലൊരു സ്വിച്ചും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ താഴെ കൊടുത്തിരിക്കുന്ന സ്വിച്ച് കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക്കൽ സ്വിച്ചസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോ പാസഞ്ചർ സൈഡിൽ എയർ ബാഗ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് നല്ല കിടന്ന് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഏതെങ്കിലും രീതിക്ക് ഇതിപ്പം ബഗ്ഗോ വല്ലതും വന്നൊന്ന് സ്റ്റക്കായാൽ പോലും നമുക്ക് ഏതായാലും വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ. അങ്ങനെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഡസ്റ്റർ തിരിച്ചെത്തിയിരിക്കുക. കറക്റ്റ് പറഞ്ഞാൽ ഒരു 4 വർഷത്തിന് ശേഷമാണ് ഡസ്റ്റർ ഇപ്പം തിരിച്ചു വന്നിരിക്കുന്നത്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും പുതിയ മോഡൽ 2026 ഡസ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഫ്രണ്ട് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഈ ഒരു ഡസ്റ്റർ എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്ക് കാണാം. നേരത്തെ ഇവിടെ റെനോയുടെ ഒരു ലോഗോ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ ഇപ്പം ഡസ്റ്റർ എന്നുള്ളൊരു വലിയൊരു ബാഡ്ജിങ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 360 ഡിഗ്രിയുടെ ക്യാമറയും കാണാൻ സാധിക്കും. താഴെ 2 എയർ ഡാംസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനും ഒരു ബുൾബാർ പോലെ തന്നെ നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ 6 പാർക്കിംഗ് സെൻസേഴ്സാണ് നമുക്ക് വരുന്നത്. ഈ സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ തന്നെ 1, 2, 3, 4, 5, 6 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു എയർ സ്കൂപ്പ് ഇവിടെ കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയറിൻ്റെ റെസിസ്റ്റൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിലെ എയർ കട്ടിങ് വന്നിട്ട് എയറോ ഡൈനാമിക് കൂട്ടാനും സാധിക്കുന്നുണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഫോഗ് ലാമ്പിൻ്റെ യൂണിറ്റ് കാണാൻ സാധിക്കും. അത് LED തന്നെയാണ് വരുന്നത്. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് വരുന്ന ഈ മേളത്തെ ഈ പോർഷനിലാണ് നമ്മുടെ ഫുൾ LED ഹെഡ്ലൈറ്റ് യൂണിറ്റ് MFR ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ ഡിമ്മാണ് വരുന്നത്, ഈ ഒരു സൈഡിൽ ഹൈ ബീവും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് DRലും ഇൻഡിക്കേറ്റേഴ്സും ഇതിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് വരുന്നത്. ഹുഡ് ഏരിയ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ ഒരു സ്കൂപ്ഡ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബോൾഡ് ഡിസൈൻ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതാണ് ഈ ഹുഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ ഹുഡ് മാത്രമല്ല, ഈ വാഹനത്തിൻ്റെ ഫുൾ സൈഡ് നമുക്ക് നോക്കുമ്പോൾ, ഈ ഒരു സൈഡൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു ഭയങ്കര അഗ്രസീവായിട്ടുള്ള ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. അതായത് കുറേ ഭാഗത്ത് ആ ഒരു ബൾജിനെസ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി സൈഡ് പ്രൊഫൈലിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വീൽ ആർച്ച് കാണാൻ സാധിക്കും. നമുക്കറിയാവുന്ന പോലെ ഇത് കോമ്പാക്ട് SUV തന്നെയാണ്. വീലിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 225, 55, 6, 18 ഇതിൻ്റെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഡയമണ്ട് കട്ട് അലോയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് ഈ ഒരു പോർഷനിൽ ഇങ്ങനൊരു ഡിസൈൻ എലമെൻറ്റ് കാണാൻ സാധിക്കും. ഡോറിൽ ഡസ്റ്റർ ഐക്കോണിക് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ബുക്കിംഗ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് മാത്രമായിട്ടുള്ള ലിമിറ്റഡ് എഡിഷൻ ഓപ്ഷനാണ് ഈ ഐക്കോണിക് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനും താഴെ വരുന്ന ഈ ഒരു യെല്ലോ സ്ട്രിപ്സ് അഥവാ നിയോൺ കളർ നമുക്ക് കിട്ടുന്ന അയോണിക് എന്നുള്ളൊരു ബാഡ്ജിങ്, അത് ഇവിടെ മേളിലും ഡസ്റ്റർ എന്നൊക്കെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കളർ തീം നമുക്ക് പ്രീ ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് മാത്രമാണ് കിട്ടുന്നത്. സൈഡ് വ്യൂ മിറേഴ്സിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സും 360 ഡിഗ്രി ക്യാമറയും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലായിട്ട് തന്നെ നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് ഇൻഡിക്കേഷൻസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫിക്സഡ് റൂഫ് റെയിൽസ് ആണ് കിട്ടുന്നത്. 50 കിലോ വരെ താങ്ങാൻ സാധിക്കുന്ന രീതിക്കാണ് ഇവിടുത്തെ റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നത്. അതായത് മേളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ മൗണ്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു മേളത്തെ പോർഷൻസ് തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെയാണ് പോരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡോർ ഹാൻഡിൽ കാണുന്നത് കയറാനും ഇറങ്ങാനും ഒക്കെ കുറച്ചുകൂടെ എളുപ്പം. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ താഴെയാണ്, എന്നാൽ ഈ ഒരു പോർഷനിൽ മേളിൽ വരുന്നുണ്ട്, കുറച്ചുകൂടെ എളുപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ക്ലാഡിങ് ഏറ്റവും ബാക്ക് വരെ വരുന്നുണ്ട്. നമുക്കിവിടെ റിയർ സെൻസർ സ്റ്റാർട്ട് ചെയ്യുന്നു. ബാക്ക് സൈഡിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സൈഡിലാണ് നമ്മുടെ സെൻസേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കിലും 6 സെൻസേഴ്സ് വരുന്നുണ്ട്. 1, 2, 3, 4, 5, 6 സെൻസേഴ്സ് നമുക്ക് ഈ ഒരു പോർഷനിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ടെർബോ 160 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആണ് കിട്ടുന്നത്. അത് ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു റിയർ വൈപ്പർ കിട്ടുന്നുണ്ട്, ഡീഫോഗേഴ്സ് വരുന്നുണ്ട്, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്, വാഷർ സ്പ്രേയും കാണാൻ സാധിക്കും, ഷാർക്ക് ഫിൻ ആൻറ്റിനെയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതിൽ മെയിൻ ഒരു ഹൈലൈറ്റ് ഞാൻ പറഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മൾ ഡസ്റ്ററിൻ്റെ ബാഡ്ജിങ് ആണ് കണ്ട്, റെനോയുടെ ലോഗോയോ കാര്യങ്ങളൊന്നും കണ്ടില്ല. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് റെനോയുടെ ലോഗോ, അതായത് റീഡിസൈൻ ചെയ്ത പുതിയ ലോഗോ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഡസ്റ്റർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഈ ഒരു പോർഷൻ നമുക്ക് ഭയങ്കര ഒരു അഗ്രസീവ് ലുക്ക് തരാൻ വേണ്ടിയിട്ട് തന്നെ ഇത്രയും ഒരു പോർഷൻ എടുത്ത് നിൽക്കുന്ന കാണാൻ സാധിക്കും. അതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു കളർ തീമും കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തൊട്ട് താഴെയായിട്ടാണ് ഇതിൻ്റെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. ഇലക്ട്രിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് ഒരു 1 ടച്ചിൽ തന്നെ നമുക്ക് ഓപ്പൺ ആവുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു ഹൈറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ ഇത് ഇനിയും ഹൈറ്റ് കൂട്ടാൻ സാധിക്കും. യെസ്, അങ്ങനെ ഇതിപ്പോൾ ഫുൾ ഓപ്പൺ ആയിരിക്കുകയാണ്. അതുതന്നെ നമുക്കൊരു നല്ല പാർസൽ ട്രേ ഇവിടെ കാണാം.
ഒരു വൈഡ് ഏരിയ പാർസൽ ട്രേ കാണാൻ സാധിക്കും. ഈ ബൂട്ടിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 700 ലിറ്ററാണ്. പക്ഷേ 700 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഫ്ലോർ തൊട്ട് ഈ ടോപ്പ് വരെയുള്ള കണക്കാണ്. നോർമലി നമുക്ക് ഈ ഒരു പാർസൽ ട്രേ വരെയാണെങ്കിൽ 518 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് നോക്കുമ്പോഴത്തേക്കും സ്പെയർ വീല് കാണാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമുക്കിത് കമ്പനി അവരൊരു അഡീഷണൽ ആക്സസറി ആയിട്ട് വേണമെങ്കിൽ വാങ്ങാൻ സാധിക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഡെമ്മി പോലത്തെ ഒരു കവർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചർ കിറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഹാലജനാണത് മാറ്റിയിരുന്നത് നല്ലതായിരുന്നു. ഇവിടെ ഒരു ഹുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും നമുക്ക് അത്യാവശ്യം ഒരു ഹുക്ക് കാണാം. ഇവിടെ കുറച്ച് വെൻറ്റ് പോലെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ടൂൾ കിറ്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടതേണ്ട ജാക്കും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ട 1 ടച്ച്. അതുപോലെ തന്നെ നമുക്ക് ലൈസൻസ് ലാമ്പ് LED തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 360 ഡിഗ്രിയുടെ ക്യാമറ. ഇതാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട സ്വിച്ച് വരുന്നത്. അത് ക്ലോസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ഓക്കെ, അപ്പോൾ നമുക്കിനി വാഹനത്തിനകത്തോട്ട് കയറാം. ഏതായാലും റിക്വസ്റ്റ് സ്വിച്ച് ഒന്നും കൊടുത്തിട്ടില്ല. അതൊരു നെഗറ്റീവ് സൈഡായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കീ ഫോബിന് വ്യത്യാസം ഒന്നും തന്നെ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യത്തില്ല. കാരണം ലോക്ക്, അൺലോക്ക്, ലൈറ്റ് ഓൺ ചെയ്യാനും ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കിലത്തെ ഈ ലോഗോയ്ക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. പുതിയ ലോഗോയാണ് വന്നിരിക്കുന്നത്. ഇപ്പം വരുന്ന എല്ലാം കീ ഫോബിലും ഇത് തന്നെയാണ് വരുന്നത്. ഇനി കുറച്ച് മാറ്റങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ വാഹനം ഞാൻ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. ഇപ്പം നമുക്ക് 4 ഗ്ലാസസും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൺ റൂഫും നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. പക്ഷേ സൺ റൂഫ് ഓപ്പൺ ആണ്. ഇനി ഞാൻ ലോക്ക് ചെയ്യാണ്. പ്രസ് ചെയ്താണ് പിടിച്ചിരിക്കുന്നത്. ഗ്ലാസസ് എല്ലാം ക്ലോസ്ഡ് ആകുന്നുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്യുന്നു. നമ്മുടെ സൺ റൂഫും നമുക്കിപ്പോൾ ക്ലോസ് ആവുന്ന കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സംശയം, നമ്മൾ ഈ വാഹനത്തിനകത്ത് കയറി നോർമലി നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചും പോവുകയാണെങ്കിൽ സൺ റൂഫ് തന്നെ അടയോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഞാനിപ്പോൾ ഈ വാഹനത്തിലോട്ടൊന്ന് കയറുകയാണ്. ഞാനിപ്പോൾ ഇത് ഓൺ ചെയ്തു. ഞാൻ സൺ റൂഫ് ഓപ്പൺ ചെയ്യുന്നു. നോർമലായിട്ട് നമ്മൾ സൺ റൂഫ് ഓപ്പൺ ചെയ്യുന്ന പോലെ ഓപ്പൺ ചെയ്തു. ഞാൻ ഇറങ്ങുകയാണ്. ഞാൻ ലോക്ക് ചെയ്തു. ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ സൺ റൂഫ് അടയുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൺ റൂഫ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അത് ലോക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇറങ്ങാവുള്ളൂ. ഏതായാലും തുറന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഈ ഒരു ആംബിയൻ ലൈറ്റാണ്. നല്ല രസമുണ്ട്. അതുപോലെ തന്നെ കാർബൺ ഫൈബറിൽ ഗ്ലോസി മെറ്റീരിയലായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഈ ഒരു പോർഷൻ കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ സ്റ്റിച്ചസ് കൊടുത്തിരിക്കുന്ന ഈ ഒരു കളർ തീം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് വരുന്നത്. ഇവിടെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, മിറർ സെറ്റ് ചെയ്യാനുള്ള, ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പുമാണ് എല്ലാ വിൻഡോസിലും കൊടുത്തിരിക്കുന്നത്. അതൊരു അടിപൊളി ഫീച്ചറാണ് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ സ്പീക്കർ യൂണിറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ചെറിയ ബോട്ടിലൂടെ വെക്കാൻ പറ്റും. ഈ ഒരു സൈഡ് വരെ ഏരിയാസ് ഉണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഒന്ന് വലുതായിരുന്നെങ്കിൽ ബോട്ടിൽ ഹോൾഡേഴ്സ് വലിയ ബോട്ടിൽ വെക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ വാഹനത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഒരു രീതി, ഈ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാൻ സാധിക്കും. അതായത് ഇതൊരു കോക്പിറ്റിൻ്റെ ഒരു രീതി തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് നമ്മുടെ സൈഡിലോട്ട്, അതായത് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മുടെ സൈഡിലോട്ട്, അതായത് ഡ്രൈവർ സൈഡിലോട്ട് തന്നെ നോക്കി നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ക്ലസ്റ്റർ മീറ്റർ കാണാൻ സാധിക്കും. 10.25 ഇഞ്ചാണ് ക്ലസ്റ്റർ മീറ്റർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്ന 10.1 ഇഞ്ചാണ്. സ്റ്റിയറിംഗ് വീല് കാണുമ്പോഴത്തേക്കും നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് പോലെ തന്നെ തോന്നും. നല്ല രസമുണ്ട് കാണാൻ. കാരണം ഒരു ഡബിൾ ഡി കട്ടിങ് പോലെ തന്നെയാണ് തോന്നുന്നത്. റൈറ്റ് സൈഡിലെ കൺട്രോൾസ് എല്ലാം നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൻ്റെയും ലെഫ്റ്റ് സൈഡിലെ കൺട്രോൾസിൽ നമ്മുടെ അഡാസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു സ്വിച്ചും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ താഴെ കൊടുത്തിരിക്കുന്ന സ്വിച്ച് കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വോളിയം ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്താൽ മതി. സോഴ്സ്, മോഡ്, അതുപോലെ തന്നെ വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടത് ഇവിടെ ഒരു സ്വിച്ച് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കാണാൻ നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്വിച്ചസും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ അതിൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും രീതിക്ക് ഇതിപ്പം ബഗ്ഗോ വല്ലതും വന്നൊന്ന് സ്റ്റക്കായാൽ പോലും നമുക്ക് ഇവിടെ തന്നെ സ്വിച്ചസ് ഓഫ് ചെയ്യാനും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വോളിയം കൺട്രോൾസിനും കൊടുത്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. ഇവിടെ തൊട്ട് താഴെയായിട്ട് ഇവിടെ പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഹോൾഡ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പേഴ്സണലൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള ഫീച്ചേഴ്സിനൊക്കെ വേണ്ടിയാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സെറ്റിങ്സ് നമ്മൾ ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനുള്ള സെറ്റിങ്സ് ഇട്ട് അത് മാറ്റി കമ്പനി ഡിഫോൾട്ട് സെറ്റിംഗ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക്കൽ സ്വിച്ചസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ഓട്ടോ യൂണിറ്റ് വരുന്നുണ്ട്. നോർമൽ ഹെഡ്ലൈറ്റ് ഓൺ, പാർക്ക് ഓഫ് സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. ഫോഗ് ലാമ്പിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കും. ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ തന്നെയാണ് വരുന്നത്.
അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഓട്ടോ വൈപ്പേഴ്സ് കിട്ടുന്നുണ്ട്, പാഡിൽ ഷിഫ്റ്റേഴ്സ് കിട്ടുന്നുണ്ട്. നമുക്കിവിടെ DSG ഗിയർ ബോക്സ് ആണ് വരുന്നത്, ഒരു 6 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആണ് വരുന്നത്. ഇതിനകത്ത് എല്ലാം കാര്യങ്ങൾ ഹോം, മ്യൂസിക്, സെറ്റിങ്സ്, ഹോമിലോട്ട് കയറി കഴിഞ്ഞ് ഇതിനകത്ത് എല്ലാ സെറ്റിങ്സും വരുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ ഒക്കെ കാണാൻ സാധിക്കും. ഒരു ഓക്കെ ക്ലാരിറ്റി തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ഒരു ഗുമ്മെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു ഓക്കെ ക്ലാരിറ്റി തന്നെയാണ് നമുക്ക് ഈ കിട്ടുന്നത്. ഈ ഒരു സൈഡിലെ പോർഷൻ ഞാൻ ഡോർ ഓപ്പൺ ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഇപ്പം കട്ടായിരിക്കുന്നത്. ഈ ഒരു പോർഷൻ കാണുന്നില്ല. നമുക്ക് ബാക്ക് ഒന്ന് പോകാം. അത് കഴിയുമ്പോഴത്തേക്കും എയർ ക്വാളിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇട്ടിട്ടുണ്ട് മൈ ഡ്രൈവിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ, എങ്ങനെ ഇക്കോ വേണോ, നമ്മുടെ എനർജി കൺസപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് അസിസ്റ്റൻസ്, അതായത് അഡാസ് ഫീച്ചർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കതിൽ ഏതൊക്കെ വേണം. ഇനിയിപ്പോൾ ആക്റ്റീവ് ബ്രേക്കിംഗ് വേണ്ട, അത് നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഓഫ് ചെയ്യാൻ സാധിക്കും. കംഫോർട്ട് ലെവൽസ് എങ്ങനെ വേണം, ഇപ്പം ഫോളോ ഡിസ്റ്റൻസ്, നമുക്ക് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത്, പാർക്കിങ്ങിൻ്റെ സമയത്ത് എങ്ങനെ വേണം അതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈനാമിക്, നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ ഓൺ ചെയ്യണമെങ്കിൽ അത് ഓൺ ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വെഹിക്കിൾ സെറ്റിങ്സിനകത്താണ് ഒരുപാട് കാര്യങ്ങൾ വരുന്നത്. നമുക്ക് ആക്സസ് ചെയ്യുന്ന ഓട്ടോ ഡോർ ലോക്ക്, ഹാൻഡ് ഫ്രീ അൺലോക്ക്, കീ ആയിട്ട് നമ്മൾ ദൂരോട്ട് പോകുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നതായിരിക്കും. ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആക്സസ്, പിന്നെ നമുക്ക് വരുന്ന വെൽക്കം, അകത്തോട്ട് കയറുന്ന സമയത്ത് ലൈറ്റ് ഓൺ ആകുന്നതും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈപ്പിങ്, റിയർ വൈപ്പിംഗ്, വെൻ റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വൈപ്പർ ഓൺ ആവുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോക്പിറ്റിനകത്ത് വരുന്ന നമുക്ക് ചേഞ്ചസ് തന്നെയൊക്കെയാണ്. ഇൻഡിക്കേറ്റേഴ്സ് ഇടുന്ന സമയത്ത് സൗണ്ടിൻ്റെ കേസ് കേട്ട് സ്ക്രീനിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം നമുക്കിവിടെ വരുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെറ്റിങ്സ് എടുത്താൽ ഇനി ഇഷ്ടംപോലെ സെറ്റിങ്സ് നമുക്കിവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്ലസ്റ്റർ മീറ്റർ നോക്കാനാണെങ്കിൽ ക്ലസ്റ്റർ മീറ്ററിൻ്റെ സെറ്റിങ്സ് ഒക്കെ നമുക്ക് ഇവിടെയാണ് ചെയ്യുന്നത്. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓരോ തീംസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം മൊത്തം ഓടിയിരിക്കുന്ന 256 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിരിക്കുന്ന ഒരു വെഹിക്കിളാണിത്. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നാവിഗേഷൻ ഇതിൽ കിട്ടുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഗൂഗിൾ ഇൻബിൽറ്റ് വരുന്നതാണ്. നമുക്ക് ഗൂഗിളിൻ്റെ വരുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കിവിടെ പ്ലേ സ്റ്റോർ കിട്ടുന്നുണ്ട്. അതായത് പ്ലേ സ്റ്റോറും കിട്ടുന്നുണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ എല്ലാം കിട്ടുന്നുണ്ട്. നമുക്കതെല്ലാം വളരെ കംഫർട്ടബിളായിട്ട് തന്നെ ഇവിടെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. നമുക്കിവിടെ മാപ്സ് കിട്ടുന്നുണ്ട്, ആ മാപ്പ് ഇവിടെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ തീംസ് ആയിട്ട് തന്നെ ഇങ്ങനെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഏതായാലും ഡ്രൈവിന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ പണി നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ 2 AC വെൻറ്റ് കാണാൻ സാധിക്കും. കുറേ ഫിസിക്കൽ സ്വിച്ചസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ ഒരു ഡ്യുവൽ സോൺ AC ആണ് കിട്ടുന്നത്. അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും 2 ക്ലൈമറ്റ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. രണ്ടിലും നമുക്ക് ഇഷ്ടമുള്ള സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ക്ലൈമറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മോഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഏതെങ്കിലും ക്ലസ്റ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പം AC ഓണാണ്. AC ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ഫാനിൻ്റെ സ്പീഡിൻ്റെ സ്വിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലോ, ഹൈ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സൈഡ്, അതായത് ലെഫ്റ്റ് സൈഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിലെ ഫാനിൻ്റെ സ്പീഡ്, ടോഗിൾ സ്വിച്ചസ് നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റും ലെഫ്റ്റും ടെമ്പറേച്ചർ നമുക്ക് അറിയാൻ സാധിക്കും. ഇനി ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ സ്പീഡ് ഫുള്ള് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഫുൾ ഓഫ് ആകുന്നതായിരിക്കും. അപ്പോൾ ഫാനിൻ്റെ സ്പീഡ്, മാക്സ് കൂള്, നമ്മുടെ ഓട്ടോ AC, ഇത് ഇൻറ്റേർണൽ സർക്കുലേഷൻ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ലോക്കിൻ്റെ സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ വരുന്ന ഹസാർഡ് സ്വിച്ച്, തൊട്ട് താഴെയായിട്ട് 2 സി ടൈപ്പ് മൗണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജർ വരുന്നുണ്ട്. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഗിയർ ലിവർ, കാണാൻ നല്ല രസമുണ്ട്. ഷിഫ്റ്റാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത് പാർക്ക് മോഡാണ് വരുന്നത്. പലർക്കും സംശയം തോന്നും, ഇവിടെ ഒരു പാർക്ക് കാണാൻ സാധിക്കും, ഇവിടെയും ഒരു പാർക്ക് P കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കൊടുത്തിരിക്കുന്ന പാർക്ക് മോഡാണ്, ഇത് പാർക്കിംഗ് ബ്രേക്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കീ ഫോബ് നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ കാണാൻ സാധിക്കും. കപ്പ് വയ്ക്കുന്നതിനനുസരിച്ച് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെക്കാനും സാധിക്കും, അല്ലെങ്കിൽ ഇത് ഊരി മാറ്റാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്തിടാം. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് യൂണിറ്റ് നമ്മുടെ ആം റെസ്റ്റിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നല്ല പക്കയാണ്. തൊട്ട് മേളിലായിട്ട് തന്നെ നമുക്ക് ഈ മിറർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ലൈറ്റ് കാണാൻ സാധിക്കും. അത് പക്ഷേ LED കൂടെ ആയിരുന്നെങ്കിൽ ഇച്ചിരി അടിപൊളി ആയിരുന്നേനെന്നൊരു സജഷൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കോപ്പി ഡിസൈൻ പോലെ തന്നെ കാണാൻ സാധിക്കുന്നത്. ഇതൊരു ടച്ച് ലൈറ്റാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ റൂഫ്, നമുക്ക് ഈ സൺറൂഫ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്വിച്ചസ് വരുന്നുണ്ട്. ഒരു പനോരമിക് സൺറൂഫാണ് നമുക്കിവിടെ കിട്ടുന്നത്.
നമുക്കിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർട്ടൻ മാത്രം ഓപ്പൺ ചെയ്യാനും ഗ്ലാസ് ഓപ്പൺ ചെയ്യാനും രണ്ടും രണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് എപ്പോഴെങ്കിലും ഗ്ലാസ് ഓപ്പൺ ചെയ്യേണ്ട, ഇതിൻ്റെ ഷെയ്ഡ് മാത്രം മാറ്റിയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാനുള്ളൊരു ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എയർ ബാഗ്സ് ഓൺ ആണോ ഓഫ് ആണോ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ഇവിടെ അറിയാൻ സാധിക്കും. പാസഞ്ചർ എയർ ബാഗ് ഈ ഒരു സൈഡിൽ നമുക്ക് എയർ ബാഗ് ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് കോ പാസഞ്ചർ സൈഡിൽ എയർ ബാഗ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സ്വിച്ച് തന്നെ നമുക്ക് പ്രസ് ചെയ്ത് തിരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ബെസൽലെസ് ടൈപ്പ് റിയർ വ്യൂ മിററാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ പ്രാവശ്യം ഏതായാലും വയേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്കവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് ഇവിടെയാണ് നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ടിൽറ്റും കിട്ടുന്നുണ്ട്, ടെലിസ്കോപ്പിക്കും സ്റ്റിയറിംഗ് വീലിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് സീറ്റ്സ് ആണ് കിട്ടുന്നത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ റിക്ലൈൻ ചെയ്യാനും സാധിക്കും. വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതും നല്ലൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും കോ ഡ്രൈവർ സൈഡിലോട്ട് വന്നിരിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് കിട്ടുന്നത്. നമുക്ക് ചാരാണെങ്കിൽ പോലും വളരെ കംഫർട്ടബിളായിട്ട് എത്ര വരെ ചാരിയിരിക്കാൻ പറ്റുമെന്നുള്ളത് ഞാനത് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് നല്ല കിടന്ന് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഇതാണ് ഇതിൻ്റെ മാക്സിമം ലെവൽ. അപ്പോൾ സുഖമായിട്ട് കിടന്ന് ഇങ്ങനെ യാത്ര ചെയ്യാനും സാധിക്കും. ഓക്കെ, ശരി. ഇനി അടുത്ത നമ്മുടെ മെയിൻ കാര്യമാണ് ഈ സൈഡിൽ വന്നിരിക്കുമ്പോൾ ആദ്യത്തെ കാര്യം ഗ്ലോ ബോക്സ്. ഏതായാലും പതുക്കെ വന്ന് ചെറുതായിട്ടൊന്ന് കാലിൽ തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ബാക്കിലോട്ട് ഇടുകയാണ്. ഓക്കെ. പക്ഷേ ഇവിടെ സ്പേസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഈ ഒരു സ്പേസേ നമുക്ക് കിട്ടുന്നുള്ളൂ. ലിഡപ്പാണ്, ലൈറ്റുണ്ട്, പക്ഷേ ഈ ഒരു ഏരിയ കിട്ടുന്നുള്ളൂ. ഇവിടെ ഇതിൻ്റെ ഫ്യൂസ് കേസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തുറന്ന് കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അടുത്തൊരു പ്രാവശ്യം നമുക്കിതൊന്ന് ഡ്രൈവിന് കിട്ടുന്ന കൂട്ടത്തിൽ ഇതെല്ലാം നല്ല നീറ്റായിട്ട് നമുക്കൊന്ന് തുറന്ന് കാണാനും സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഡസ്റ്റർ എന്നുള്ള ഈ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്, അതായത് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഇതൊക്കെ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഐക്കോണിക്കിന് മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഈ പറയുന്നത് പോലെ ഐക്കോണിക് എഡിഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എല്ലാം കൺട്രോൾസ്, ആംബിയൻ ലൈറ്റിൻ്റെ സെറ്റിംഗ് ഒക്കെ ആണെങ്കിലും ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യാനാണെങ്കിൽ 64 കളേഴ്സാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ സൺവൈസർ താത്തു കഴിഞ്ഞാൽ ഇവിടെയും ഒരു മിറർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലൈറ്റ് യൂണിറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലോട്ട് വന്നിരിക്കുകയാണെങ്കിൽ നല്ല കംഫർട്ടബിളായിട്ട് കയറാനും ഇറങ്ങാനും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് കിട്ടുന്നത് 212 mm ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പറ്റുന്ന എല്ലായിടത്തും കൊണ്ട് ചാടിക്കാൻ കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് പോരാൻ പറ്റും. സീറ്റിംഗ് കംഫോർട്ട് നല്ല അടിപൊളിയാണ്. തൈ സപ്പോർട്ട് ഒരു ഓക്കെ എന്നേ പറയാൻ പറ്റില്ല, ഭയങ്കര ഗുമ്മനല്ല, എന്നാൽ ഒരു ഓക്കെയാണ്, മോശമില്ലാത്തൊരു തൈ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആംറസ്റ്റും കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സും ഇവിടെ നമുക്ക് മൊബൈൽ ഫോൺ വെക്കാനുള്ളൊരു ഏരിയ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ഒരു ഗുണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആകാശം കണ്ട് യാത്ര ചെയ്യാം. കാരണം ഇങ്ങറ്റം വരെ ബാക്കി ഇരിക്കുന്ന എൻ്റെ ഈ ഒരു പൊസിഷൻ വരെ നമുക്ക് മേളിലോട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടച്ച് ലൈറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഫീച്ചർ തന്നെയാണെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഡോർ പോക്കറ്റ്സിൽ അത്യാവശ്യം ഒരു ചെറിയ ബോട്ടിലൊക്കെ വെക്കാൻ പറ്റും. പക്ഷേ ഭയങ്കര ഒരു വലിയ ബോട്ടിലൊന്നും വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്കിവിടെ മാഗസീൻ ഹോൾഡേഴ്സ് കിട്ടുന്നുണ്ട്. AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സ്പീഡ് മാത്രം നമുക്ക് ഫ്ലോ മാത്രം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന വെൻറ്റുകളാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ 2 C ടൈപ്പ് ചാർജിങ് പോർട്ടുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിലത്തെ സീറ്റ് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, നമുക്ക് ലംബർ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ചാരിൻ്റെ പോർഷനിൽ, നമ്മുടെ ഈ ബാക്ക് പോർഷനിലെ സപ്പോർട്ടാണ് ലംബർ സപ്പോർട്ട് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ ടൈപ്പാണ് കിട്ടുന്നത്. നമുക്ക് ആവശ്യാനുസരണം റൈറ്റും ലെഫ്റ്റും അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സെൻറ്ററിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്ക് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആംറസ്റ്റ് വരുന്ന സമയത്ത് അതിൻ്റേതായൊരു ചെറിയൊരു ബുദ്ധിമുട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ കമ്പനി 3 പേരെ ഉദ്ദേശിച്ച് തന്നെയാണ് ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. കാരണം 1, 2, 3, അതായത് 3 പേർക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ വേണ്ടി തന്നെയാണ് ഹെഡ് റെസ്റ്റ് ഉൾപ്പെടെ 3 പേർക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കണ്ടാലോ. ഏതായാലും ഇതിൻ്റെ ഹുഡ് തൊട്ട് തുടങ്ങാം. ഹുഡ് തൊട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് പറയാം. ഗ്യാസ് ട്രക്സ് ആണ് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നമുക്കിത് തുറക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇപ്പം നമുക്കിവിടെ കിട്ടുന്ന 1.3 ലിറ്റർ ടെർബോ ചാർജ്ഡ് എഞ്ചിനാണ്. 160 PS പവറും 280 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു 1 ലിറ്റർ എഞ്ചിനും കിട്ടുന്നുണ്ട്. 1 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 100 PS പവറും 160 Nm ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു എഞ്ചിൻ ഓപ്ഷനും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. നിലവിൽ വന്നിട്ടില്ല. 1.8 ലിറ്ററിൻ്റെ
ഹൈബ്രിഡ് എഞ്ചിൻ ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. അതിലൊരു 1.4 kWh ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാറയ്ക്ക് നമുക്ക് കിട്ടുന്നത് 0.6 to 0.7 kWh ആണ്. പക്ഷേ ഇവിടെ 1.4 വരുമ്പോഴത്തേക്കും നല്ല രീതിക്കുള്ള ഫ്യൂൽ എഫിഷ്യൻസി നമുക്കവിടെ കിട്ടുന്നുണ്ട്. 1.8 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഏകദേശം നമ്മുടെ പുറത്തുള്ള സ്പെക്ക് വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 25 തൊട്ട് 26 കിലോമീറ്റർ വരെ ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് ആ ഒരു എഞ്ചിൻ ഓപ്ഷനിൽ കിട്ടുന്നുണ്ട്. അപ്പം നമുക്കിവിടെ 1.3 ലിറ്റർ 4 സിലിണ്ടറിലെ എഞ്ചിനിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗിയർ ബോക്സ് തന്നെയാണ്. ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്ന DCT ആണെങ്കിൽ പോലും ഇവിടെ വെറ്റ് ക്ലച്ചാണ് വരുന്നത്. വെറ്റ് ക്ലച്ച് വരുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടുന്നതായിരിക്കും, ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാകുന്നതായിരിക്കത്തില്ല, അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം കൈയിട്ട് പണിയാൻ പറ്റുന്ന ഏരിയാസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് ഏതെങ്കിലും രീതിക്ക് ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായാൽ പോലും നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് നന്നായിട്ട് കിട്ടുന്ന ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്റേഴ്സൊക്കെ വരുന്ന ഇവിടെയാണ്. അപ്പോൾ അത്യാവശ്യം കൂൾഡ് എയർ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതെന്നുള്ളൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇതിൻ്റെ ഫ്യൂസ് കേസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ബാറ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം അതിൻ്റെ ഏരിയാസ് എല്ലാം കാണാൻ സാധിക്കും. ഏതായാലും വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു 4 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും വൈബ്രേഷൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല.